മുഫസ്സിറുകളുടെ പിൻബലമില്ല. സ്വന്തം ഇജ്തിഹാദിലൂടെ വിളക്കിച്ചേർക്കുന്ന വാദഗതികൾക്ക് മുജാഹിദുകൾ ഉദ്ധരിക്കുന്ന യഥാർത്ഥ തഫ്സീറുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ തകർന്നടിയുന്ന ദയനീയ കാഴ്ചയാണ് എന്നും കണ്ടുവരുന്നത്. കോട്ടയ്ക്കൽ സംവാദത്തിലും ഇറങ്ങി പുതിയൊരു തുരുപ്പുചീട്ട്. ഇഹിയാഉസുന്നയിലെ ലാബിൽ ഗവേഷണം ചെയ്തെടുത്ത ഈ വൈറസിന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. ചെറിയ ഒരു രൂപം മാത്രമേ ഉള്ളൂ. ഉൻലൂർന എന്ന പദം ഖുർആൻ സോഫ്റ്റ്വെയറിൽ വെച്ച് സെർച്ച് ചെയ്തു നോക്കിയപ്പോഴാണ് ഈ അത്യപൂർവമായ ഈ തെളിവ് ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പുറവും ഇപ്പുറവും നോക്കിയില്ല. ഈ പദം അടർത്തിയെടുത്ത് കോട്ടയ്ക്കൽ സംവാദത്തിൽ മാറ്റുരച്ചു നോക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഖേദകരമെന്നല്ലാതെ എന്തു പറയാൻ? പ്രമാണങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ അഹ്സനിമാർ മലർന്നടിച്ചു വീണു. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 104-ാം നമ്പർ സൂക്തം പൂർണ്ണമായി ഉദ്ധരിക്കാതെയായിരുന്നു അഹ്സനിമാരുടെ തുടക്കം. പ്രസ്തുത ആയത്ത് കണ്ടുപിടിച്ചാൽ തങ്ങളുടെ വിഭാഗങ്ങൾ തന്നെ ഇറക്കിയ പരിഭാഷകളിൽ ഈ ആയത്തിന് മരിച്ചുപോയ നബിയോടുള്ള പ്രാർത്ഥനയില്ലെന്ന് മുജാഹിദ് പക്ഷം വ്യക്തമാക്കിക്കളയുമോ എന്ന ഭീതിയിലാണ് ആരംഭത്തിൽ ഈ പദത്തിൽ മാത്രം അഹ്സനികൾ ഒതുങ്ങിയത്. ഇനി ഇവരുടെ തന്നെ നേതാക്കൾ പരിഭാഷപ്പെടുത്തിയ ഏതാനും ചില തഫ്സീറുകളിൽ പ്രസ്തുത ആയത്തിന് കൊടുത്ത അർത്ഥവും വിശദീകരണവും കാണും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 104-ാം വചനത്തിലെ ഉൻലുർന എന്ന പദത്തിൽ മണിക്കൂറുകളോളം തൂങ്ങിപ്പിടിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കി ഈ ആയത്ത് നബിതങ്ങളോട് സഹായം തേടാനുള്ള കൽപ്പനയാണെന്ന് വാദിച്ച അഹ്സനിമാരുടെ തനിനിറം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏതാനും സുന്നി പരിഭാഷകളിൽ ഈ ആയത്തിന് നൽകിയ അർത്ഥം ഉദ്ധരിക്കുകയാണിവിടെ. ഇത് തഫ്സീറുൽ ഖുർആൻ പരിഭാഷ ടി.കെ. അബ്ദുള്ള മുസ്ലിയാർ. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന വഖൂലു ഉൻളുർന വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. സത്യവിശ്വാസികളെ, നബിയോട് നിങ്ങൾ റാഇന എന്ന് പറയരുത്, നിങ്ങൾ ഉൻളുർന ഞങ്ങളെ നോക്കുക എന്ന് പറയുകയും നിങ്ങളോട് ആജ്ഞാപിക്കപ്പെട്ടതിനെ അനുസരണയോടെ കേൾക്കുകയും ചെയ്യുവിൻ. സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഈ ആയത്തിന് ടി.കെ. അബ്ദുള്ള മുസ്ലിയാർ തന്നെ നൽകിയ തഫ്സീർ വിവരണം ശ്രദ്ധിക്കുക. ഞങ്ങളെ ഗൗനിക്കണം എന്നാണ് ഇതിൻ്റെ ഭാഷാർത്ഥം. ഇത് ജൂതഭാഷയിൽ വിഡ്ഢി എന്നർത്ഥത്തിൽ അസഭ്യത്തിനുപയോഗിക്കാറുണ്ട്. അതിനാൽ വിശ്വാസികളോട് അതിനെ നിരോധിക്കപ്പെട്ടു. ഇത് സയ്യിദ് അഹമ്മദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയത്തങ്ങൾ വലിയ ഖാദി കോഴിക്കോട് രചിച്ച അൽ ബയാൻ ഫി മആനിൽ ഖുർആൻ എന്ന പരിഭാഷ. ഇതിൽ അദ്ദേഹം നൽകിയ അർത്ഥം കേൾക്കുക. സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ റാഇന എന്ന് ദ്വയാർത്ഥം വെച്ച് പറയരുത്, മറിച്ച് ഉൻളുർന എന്ന് പറയുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുവിൻ. സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഈ ആയത്തിന് അദ്ദേഹം നൽകിയ വിവരണം ശ്രദ്ധിക്കുക. ഞങ്ങളെ പരിഗണിച്ചാലും എന്നാണ് റാഇന എന്ന പദത്തിൻ്റെ അർത്ഥം. ഉച്ചാരണത്തിൽ ചെറിയ ഒരു മാറ്റം വരുത്തിയാൽ മൂഢൻ എന്നാവും അർത്ഥം. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റാഇന എന്ന് പറയുമ്പോൾ മുഹമ്മദിനെ അനുയായികൾ തന്നെ മൂഢനാക്കുന്നു എന്ന്